ഈ പൂക്കളമിട്ട വ്യക്തി സെൻലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സെൻലാൽ, താങ്കളുടെ നേതൃത്വത്തിലുള്ളവരായിരിക്കുമല്ലോ ഈ പൂക്കളമിട്ടത്. നിങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നോ അവിടെ ഈ പൂക്കളമിടാൻ? അതെ അതെ, നമ്മള് സാധാരണ എല്ലാ തിരുവോണ നാളുകളിലും അവിടെ അത്തപ്പൂക്കളം ഇടാറുള്ളതാണ്, പതിവുള്ളതാണ്. അതുപോലെ തന്നെ നമ്മള് ഇന്നലെ എല്ലാവരോടും ഒരുമിച്ച് അത്തപ്പൂക്കളം ഇട്ടു. അതിന്റെ കൂട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എഴുതി. അപ്പൊ അത് അവിടുത്തെ കമ്മിറ്റിക്കാര് ഇടപെട്ടിട്ട് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള അതിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചിട്ടാണ് അവര് പെരുമാറിയത്. അതായത് അവർക്ക് ആ ഓപ്പറേഷൻ സിന്ദൂർ മായ്ക്കണം എന്നുള്ള ഒരാവശ്യമാണ് അവർ ഉന്നയിച്ചത്. താങ്കൾ അടക്കമുള്ളവർ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ടാണോ അവിടെ ഇത്തരമൊരു കൂട്ടായ്മ? സംഘടനയുടെ ഭാഗം ക്ലിയർ ആയില്ല, ഒന്നുകൂടെ ഒരിക്കൽ കൂടി. സംഘടനയുടെ ഭാഗമായിട്ടാണ് എല്ലാ പ്രാവശ്യവും അവിടെ ഇടുന്നത്. ഏത് സംഘടനയാണ്? നമ്മുടെ നിലവിൽ അവിടെ RSSന്റെ ശാഖയുണ്ട്. അപ്പൊ ശാഖയുടെ പ്രവർത്തകരാണ് അവിടെ എല്ലാ പ്രാവശ്യവും പൂക്കൾ ഇടാറുള്ളത്. പിന്നെ കൂട്ടത്തിൽ അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടാറുണ്ട്. അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായ പൂക്കളത്തിൽ ഇത്തവണ എഴുതി വെക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം? ഇല്ല, അത് നമ്മുടെ രാജ്യത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ധീരമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ലേ. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ. പിന്നീട് ഇത് പൂക്കളം ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ? പൂക്കളം ഇട്ടതിന് ശേഷമാണ് അവർ കമ്മിറ്റിക്കാർ ഇടപെട്ട് സ്റ്റേഷനിൽ വിളിച്ചു പറയും, അവർക്ക് സമ്മർദ്ദം കൊടുക്കുകയും അവരെത്തുകയൊക്കെ ചെയ്തത്. ഓക്കെ. അതായത് നിങ്ങളോട് പോലീസ് എന്താണ് ആവശ്യപ്പെട്ടത്? അത് ഓപ്പറേഷൻ സിന്ദൂർ, ഈ പൂക്കളം മൊത്തം മായ്ക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് മായ്ക്കണം എന്നാണ് കമ്മിറ്റിക്കാരുടെ ആവശ്യം. അപ്പൊ അത് നിങ്ങൾ മുൻവർഷങ്ങളിൽ പൂക്കളം ഇടുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവാറില്ല, അങ്ങനെയാണോ? ഇല്ല, ഉണ്ടാവാറില്ല. അനുമതിയൊന്നും വാങ്ങിയല്ല മുൻവർഷങ്ങളിൽ വിടാറുള്ളത്, ഇത്തവണയും അങ്ങനെ ഉണ്ടായില്ല, അങ്ങനെയല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് അനുമതിയുടെ ആവശ്യമില്ല സാർ. അവിടെ ഒരു സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിന്റെ പുറത്താണ് തീർന്നെടുത്ത് സാധാരണ എല്ലാ പ്രാവശ്യവും ഒരു കുറച്ച് യുവാക്കൾ ഇടാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ക്ഷേത്രത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ പുറത്താണോ അതോ ക്ഷേത്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണോ? ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ പുറത്താണ്. അതായത് ക്ഷേത്ര സ്ഥലമല്ല, ക്ഷേത്രത്തിന്റെ ഭാഗമേ അല്ലാത്ത സ്ഥലമാണ്. ക്ഷേത്രത്തിന്റെ ഭാഗമാണോ എന്ന് വെച്ചാൽ അതിന്റെ കവാടമാണ്. ക്ഷേത്രത്തിന്റെ പരിസരം, അതായത് ക്ഷേത്രഭൂമിയിൽ തന്നെ. ഓക്കെ, ക്ലിയർ. ഓക്കെ. അതെ. അപ്പൊ മുൻവർഷങ്ങളിൽ ഇങ്ങനെ ഏതെങ്കിലും അതുമായി ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും സന്ദേശം നൽകുകയോ അങ്ങനെയോ മറ്റോ ഓണാശംസകൾക്കപ്പുറം നടത്തിയിട്ടുണ്ടോ മുൻവർഷങ്ങളിലോ? അതെ. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഇത്തവണ ഈ സിന്ദൂർ എന്നിട്ട് എഴുതിയത് മാത്രമാണോ പ്രകോപനത്തിന് കാരണമായത്? അതെ അതെ അതെ. എന്താ ഈ ക്ഷേത്ര ഭരണസമിതി ഇങ്ങനെ വരുന്നതുമായി ബന്ധപ്പെട്ട് മുമ്പ് എന്തെങ്കിലും തർക്കം അവിടെ RSSന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടോ? അവിടെ നിലവില് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ ക്ഷേത്രത്തിൽ സംഘടനകളുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഹൈക്കോടതി ഉത്തരവടക്കം ഉണ്ട്, നിലവിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, അത്തരം നിയന്ത്രണങ്ങൾ നിങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിട്ടില്ലേ? സംഘടനാപരമായ ഒരു സൂചനകളോ ഒന്നും അവിടെ അത്തപ്പൂക്കളത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മള് സാധാരണ രീതിയിലുള്ള പൂക്കളാണ് ഒരുക്കിയത്. അതിന്റെ കൂടെ ഓപ്പറേഷൻ സിന്ദൂർ നാടിയതേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത്, ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ RSSന്റെ ശാഖ പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോൾ അവിടെ? ഇല്ല 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 ഇല്ല. ക്ഷേത്രത്തിന്റെ ഭൂമിയിലല്ല, അത് സ്വകാര്യ ഭൂമിയിലാണ്. ശരി ശരി. ദയവായി താങ്കളും തുടരുക. ശ്രീ അനിൽകുമാർ, ഇതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മുൻ വർഷങ്ങളിലും ഞങ്ങൾ പൂക്കളം ഇടാറുണ്ട്, അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇത്തവണയും പൂവ് ഇട്ടു, പക്ഷേ അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എഴുതിയപ്പോൾ മാത്രമാണത് വിവാദത്തിന് ഇടവെച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ എഴുതുന്നത് അത്ര വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുമോ? വർഗീയ കലാപമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒന്ന് എല്ലാ കൊല്ലം ഇടുന്നു ഈ മഹാൻ പറയുന്നുണ്ട്. എവിടെ ഇടുന്നതാണ്? നിലവിൽ കമ്മിറ്റി അവിടെ ഉണ്ടല്ലോ, ആ കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി ചെയ്യാൻ മേലേ? ആ കമ്മിറ്റിക്കാരെ കൂടെ കൂട്ടി ഇറങ്ങാൻ മേലേ? ഇപ്പൊ തന്നെ വ്യക്തമായല്ലോ, RSS ആണ് ഇട്ടത്. RSS ഇടപെടുന്ന എവിടെ എല്ലാവരും പങ്കെടുപ്പിക്കാറുണ്ടോ? RSS ഇടപെടുന്ന എല്ലാ കാര്യത്തിലും വർഗീയ കലാപം ഉണ്ടാക്കാനല്ലോ നോക്കുന്നത്. അവർ അമ്പലത്തിനകത്ത് ആളുകൾ സമാധാനപരമായിട്ട് അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് പോട്ടെ. അതിനു പകരം ഇത്തരം കാര്യങ്ങൾ അവിടെയാണോ കൊണ്ടുവരേണ്ടത്? ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവാദം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടപ്പാക്കിയ പരിപാടിയാണ്. നാഗ്പൂരിൽ നിന്ന് മോഹൻ ഭഗവത് ഉണ്ടാക്കിയ പരിപാടിയാണെന്ന് നടക്കാനാണ് പരിപാടി നടക്കുന്നത്. മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചല്ല ഈ പറയണത്. ഇത് കാവ്യ സിന്ദൂരാണ്, അത് കൈവച്ചാൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാനൊന്നും RSSന് അവകാശമില്ല.
പക്ഷേ അതുകൊണ്ട് അവിടെ അംഗീകാരമില്ലാതെ നിയമവിരുദ്ധമായിട്ട് കടന്നു കയറി തെറ്റായി ചെയ്തു ഇപ്പൊ തന്നെ ഇവിടെ ബോധ്യപ്പെട്ടിരിക്കും. ശരി, പക്ഷേ കമ്മിറ്റി അനിൽകുമാർ വേറെ യഥാർത്ഥത്തിൽ ഇവിടെയില്ല, ഒരനുവാദം ഇവിടെ ഇല്ല. ശരി, പക്ഷേ അപ്പൊ അനിൽകുമാർ അതുകൊണ്ട് കമ്മിറ്റിക്ക് അവിടെ ഒരു കമ്മിറ്റിയൊക്കെ നോക്കുകൂത്തിയല്ലെന്നേ അവര് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോട്ടെ. ശ്രീ അനിൽകുമാർ, പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടാവുക ഈ കലാപ ശ്രമത്തിന് കേസെടുക്കുക പോലെയുള്ള നീക്കം ഉണ്ടാവുക യഥാർത്ഥത്തിൽ ഈ പോലീസിന്റെ നടപടിയല്ലേ കലാപത്തിന് ഇടവെക്കുക? ഇതൊരു സ്പർദ്ധ ഉണ്ടാക്കാൻ. അതാണ് ശരി. നിങ്ങൾക്ക് തോന്നിവാസം നിങ്ങളുടെ മുറ്റത്ത് കയറി ഒരു സാധനം ചെയ്തപ്പോ ന്യൂസ് 18 തങ്കത്തിൽ ഞങ്ങൾ കയറി പൂക്കളിടാം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതി വെക്കാം, എന്നിട്ട് കലാപശ്രമം നിങ്ങളുടെ പേരിൽ എടുക്കണോ കേസ്? അല്ല, ന്യൂസ് 18 തങ്കത്ത് വന്ന് ഞങ്ങൾ കുറെ പൂക്കളിടാം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങളോട് എഴുതി വെക്കാം, ന്യൂസ് 18 തങ്കത്ത് വന്ന് ഞങ്ങൾ കയറി ചെയ്യാം. അപ്പൊ നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ പോലീസ് നടപടി എടുത്ത ഉടനെ ന്യൂസ് 18 പ്രതിയാകുന്നത്. ഇത് നിയമവിരുദ്ധമായിട്ട് അവിടെ കയറിയത്. ന്യൂസ് 18 അല്ലല്ലോ വിഷയം. ഇതൊരു ക്ഷേത്രഭൂമി, ഒരു പൊതുവിടം, അവിടെ വിശ്വാസികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഇടം. അവിടെ വന്ന് ഒരു മുൻകാലങ്ങളിൽ ഒന്നും പ്രശ്നമില്ലാത്ത ഒരു പൂക്കളം ഇടുന്നു. ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂർ മാത്രം എഴുതിയപ്പോൾ പ്രശ്നമാവുന്നു. നിങ്ങളോട് ആരാ പറഞ്ഞു മുൻകാലങ്ങളിൽ പ്രശ്നമില്ലെന്നത്? RSSകാരന്റെ വാദമല്ലേ? RSSകാരൻ നമ്മുടെ നാട്ടിൽ മനുഷ്യനെ രക്ഷിക്കുന്നത് വല്ലതും ചെയ്യുന്നുണ്ടോ? RSSകാരൻ കലാപം നടത്തുന്നവരല്ലേ, വർഗീയ കലാപം ഉണ്ടാക്കുന്നവരല്ലേ? കേരളത്തിൽ തലശ്ശേരി കലാപം തൊട്ട് എത്ര വർഗീയ കലാപമായി? മതിയായില്ലേ നിങ്ങൾക്ക് ഈ RSSനെ താങ്ങി? അതെ, താങ്കൾ ദയവായി ഒന്ന് ഹോൾഡ് ചെയ്യണം, നമുക്ക് അല്പം ഒരു ക്ലാരിറ്റി കിട്ടും. ശ്രീ M ജയരാജ്, ക്ഷേത്ര കമ്മിറ്റി കൺവീനർ, ട്രഷറർ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ ജയരാജ്, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഒരു പ്രവർത്തകൻ അവിടുന്ന് അദ്ദേഹം പറയുന്നത് അവിടെ മുൻകാലങ്ങളിലും ഞങ്ങൾ ഇടാറുണ്ട്, ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല, പക്ഷേ ഇത്തവണ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയപ്പോൾ മാത്രം വിവാദമായി. അതിന് പിന്നിൽ എന്താണ് നീക്കത്തിന് കാരണമായത്? എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ പരാതിയിലാണോ പോലീസിന്റെ നടപടി ഉണ്ടായത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രവർത്തനത്തെ നമ്മുടെ സൈനികർ വിദേശ രാജ്യങ്ങളുമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ മിലിറ്ററി ഓപ്പറേഷനെ വളരെ ബഹുമാനപൂർവ്വം കാണുന്ന ഒരാളാണ് ഞങ്ങൾ ഭാരതീയർ അതിൽ അഭിമാനിക്കുന്നവരാണ്. പക്ഷെ ഇവിടുത്തെ വിഷയം മുതലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലുണ്ടായ വിഷയം അതല്ല. ക്ഷേത്രത്തിന്റെ ക്ഷേത്ര സഭയ്ക്ക് ക്ഷേത്രത്തിന്റെ ഭരണം നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭ അവിടെയുണ്ട്. ആ ക്ഷേത്ര സഭയാണ് അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ അത്തപ്പൂക്കളം ഇടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 26-ാം തീയതി കൂടിയ കഴിഞ്ഞ മാസം 26-ാം തീയതി കൂടിയ ക്ഷേത്ര ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനിച്ചാണ് ക്ഷേത്രത്തിന്റെ മുൻപിൽ ഇത്തരത്തിൽ ക്ഷേത്രസഭയ്ക്ക് അത്തപ്പൂക്കളം ഇടാൻ തീരുമാനിക്കേണ്ടത്. എന്നാൽ അതിന് കുറെ നാളുകൾക്ക് മുമ്പായിട്ട്, കുറച്ച് നാളായിട്ട് അവിടെ വേറെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ അത്തപ്പൂക്കളം ഇടുന്നുണ്ടായിരുന്നു. അത് അത്തപ്പൂക്കളം അങ്ങനെ ഇടുമ്പോൾ അവിടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പേരുകൾ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മറ്റ് വിഭാഗങ്ങൾ അതിനകത്ത് അങ്ങനെ പാടില്ലെന്നും അവർക്കും ഇടണം എന്നുള്ള തരത്തിലേക്ക് ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് ക്ഷേത്ര ഭരണസമിതിയിലേക്ക് വരികയാണ് ചെയ്തത്. ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് അവിടെ ഒരു അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. ക്ഷേത്ര ഭരണസമിതി എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾക്ക് സ്വതന്ത്രമായി ആരാധന നടത്താനും സുഗമമായി പ്രാർത്ഥിക്കാനുമുള്ള അവസരങ്ങൾ ഒരുക്കാനും ക്ഷേത്ര ഭരണത്തെ നന്നായി കൊണ്ടുപോകാനുമാണ് ക്ഷേത്ര ഭരണസമിതി ഉള്ളത്. അപ്പൊ ഇങ്ങനെ ക്ഷേത്രസഭയിൽ ഇത്തരത്തിലൊരു സംഘർഷഭരിതമായ അന്തരീക്ഷം ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം മുതൽ നമ്മൾ ക്ഷേത്ര ഭരണസമിതി നേരിട്ട് അവിടെ അത്തപ്പൂക്കളം അല്ലെങ്കിൽ ഈ പൂക്കളം ഒരുക്കാനുള്ള പ്രവർത്തനം കൊണ്ടുപോയി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇവരും നമ്മളുമായിട്ടൊരു ചെറിയ സംഘർഷം ഉണ്ടായി. അവർ ഇട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റു വിഭാഗങ്ങൾ ക്ഷേത്ര ഭരണസമിതിയുടെ അടുത്ത് പറയുന്ന അവർക്കും ഇടണം. അങ്ങനെ മൊത്തത്തിലൊരു സംഘർഷാവസ്ഥ അവിടെ ഉടലെടുക്കാതിരിക്കാൻ അവർ ഒഴിവാക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനവുമായി ക്ഷേത്ര ഭരണസമിതി മുന്നോട്ട് പോയത്. ഇതിനെ സംബന്ധിച്ച് പുരാണത്തിൽ നിന്ന് നമ്മൾ അവിടെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിനു മുൻപായിട്ട് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ അവിടെ തളിച്ചിടുകയും അത്തപ്പൂക്കളം ഇടാനായിട്ട് തളിച്ചിടുകയും മറ്റും ചെയ്തു. അതിൽ ഭരണസമിതിയിൽ തന്നെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രതിനിധികളെല്ലാം തന്നെ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഈ അത്തപ്പൂക്കളം ഇടാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്ഷേത്രസഭാ പ്രസിഡന്റ് നേരിട്ട് ഇവർ ചെറുപ്പക്കാർ വന്ന പ്രതിനിധികളുടെ ആ പ്രതിനിധിയെ വിളിച്ചു പറഞ്ഞു അത് ഒഴിവാക്കണം, ക്ഷേത്രത്തിന് മുൻപിൽ സംഘർഷാവസ്ഥയിലേക്ക് പോകരുത്, തിരുവോണം അല്ലെങ്കിൽ ഓണം എല്ലാവരുടെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ്, അവിടെ നമ്മളൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകരുത് എന്ന് അദ്ദേഹത്തെ വിളിച്ച് ക്ഷേത്രസഭാ പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ച് പറയുകയും പക്ഷെ അത് അദ്ദേഹം ശ്രമിക്കാം എന്ന് പറയുകയാണ് ചെയ്തത്. പക്ഷെ ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോൾ അത് തടയുന്നതിന് അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. നമ്മൾ ഒരു ക്രമസമാധാന ഇഷ്യൂ ഉണ്ടാകരുത് എന്ന തരത്തിൽ തന്നെ CA ഓഫീസിൽ നിന്നും നമ്മളെ ഇങ്ങോട്ട് ബന്ധപ്പെടുകയും നമ്മൾ അവരെയും യഥാർത്ഥമായ കാരണങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രസഭ തീരുമാനിച്ചത് ഒരു അത്തപ്പൂക്കളം അതെല്ലാവരുടെ ചേർന്നിടുന്നതിന് നമുക്കൊരു തടസ്സവുമില്ല എന്നാണ് ക്ഷേത്ര ഭരണസമിതി പറഞ്ഞത്.
പക്ഷെ CI ഇതുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട CI ഒരു ചർച്ചയ്ക്കായിട്ട് വിളിക്കുകയും ആ ചർച്ചയ്ക്കായി വിളിച്ചപ്പോൾ ഞങ്ങൾ ഈ ചെറുപ്പക്കാരെടുത്ത്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരാണ്, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അടക്കം അവർ കൂട്ടായിട്ട് നിൽക്കുന്നവരാണ്. അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞത് നമുക്ക് കൂട്ടായി അത്തപ്പൂക്കളം ഇടാം. അപ്പൊ അവർ അതിന് തയ്യാറല്ല. അവർ തന്നെത്താൻ അത്തപ്പൂക്കളം ഇടാനാണ്. അപ്പൊ CIയുടെ സാന്നിധ്യത്തിൽ അവിടെ ഒരു അതിര് തിരിച്ചു തന്നു. ഇത്ര സ്ഥലം ക്ഷേത്ര ഭരണസമിതിക്ക് അത്തപ്പൂക്കളം ഇടാനും ബാക്കിയുള്ള സ്ഥലം നിങ്ങൾ ഇടാനും പറഞ്ഞു. അങ്ങനെ അത്തപ്പൂക്കളം ഇടുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതെല്ലാം കുറച്ച് നാളായിട്ട് ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് സംഘർഷാവസ്ഥ ക്രമീകരിക്കുന്ന ഒരു കൂട്ടമായിട്ട് മാറുന്നുണ്ട്. അത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രവർത്തനവുമായിട്ട് എന്നതിനെ ഒഴിവാക്കാനായിട്ട് ഒരു ചർച്ച ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അത്തരത്തിലുള്ള സൈനികരുടെ വളരെ ബഹുമാനപൂർവമായ പ്രവർത്തനത്തെ ആദരിക്കുകയും അതിനെ ബഹുമാനപൂർവ്വം കാണുന്ന ആൾക്കാരാണ്, ഭാരതീയനാണ് ഞങ്ങൾ എല്ലാവരും. ശ്രീ ജയരാജ്, ഇത് ബോധപൂർവമായി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമം നടന്നു, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്? അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറുവിഭാഗക്കാർ സംഘടിച്ചു വരുന്നു. അങ്ങനെ നമ്മൾ ഭരണസമിതിക്ക് എല്ലാവരെയും തുല്യമായി കണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് അവിടെ ഉണ്ടായ യഥാർത്ഥ സംഭവം. അതായത് ഇത്തവണ ക്ഷേത്ര ഭരണസമിതി നേരിട്ട് പൂക്കളമിടാനുള്ള തീരുമാനമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇവരുടെ സംഭവം ഉണ്ടായത്. പൂർണ്ണമായ അനുമതി ഇല്ലാതെ തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അതെ അതെ അതെ. ഓക്കെ. അതിനുശേഷം ഇതിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് അതിവിടെ ഇട്ടതാണ് പ്രകോപനത്തിന് കാരണമെന്നതാണ് BJPയും സംഘപരിവാർക്ക് ഉന്നയിക്കുന്ന ആക്ഷേപം. RSSക്ക് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറും ഇതുമായി ഒരു ബന്ധമില്ല, അങ്ങനെ ആ വാദമാണോ നിങ്ങളുടേത്? ശ്രീ അനിൽകുമാർ, അനിൽകുമാർ നമുക്കൊപ്പം തുടരുന്നത്. ശ്രീ അനിൽകുമാർ, ക്ഷേത്ര ഭരണസമിതി അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഒരു അനുമതിയും ഇല്ലായിരുന്നു, മറിച്ച് ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഉണ്ടാക്കാൻ നീക്കമുണ്ടാകുന്നതാണ്. അങ്ങനെയെങ്കിൽ താങ്കൾ പറഞ്ഞ ആ വാദത്തിനോടൊപ്പം നിൽക്കുന്നതാണ് ക്ഷേത്ര ഭരണസമിതിയുടെ പ്രതികരണം.